അർജുനായുള്ള തെരച്ചിൽ പുഴയിലേക്ക്. മണ്ണിടിച്ചിലുണ്ടായ കർണാടക ഷിരൂരിൽ റേഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലങ്ങളിലെല്ലാം തെരച്ചിൽ നടത്തിയിട്ടും ലോറി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 90% മണ്ണ് നീക്കം ചെയ്തിട്ടും വാഹനഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരഗൌഡ പറഞ്ഞു. ഗംഗാവാലി പുഴയിലെ മൺകൂനയിൽ വീണ്ടും പരിശോധന നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. Despite the danger to our personnel, the operation has gone on non-stop for the last 5 days. So with that operation, whatever was above the surface, we have cleared most of the mud that was accumulated there from the landslide. 98% of the mud is now cleared. It appears there is no truck above the road. It appears. We will subject to confirmation in another 2-3 hours. We are looking at the water side also. We have requested the Navy, NDRF, SDRF to look into the water. Now there are enormous piles of mud in the water, in the river. It is a small mountain under the river. രക്ഷാപ്രവർത്തന മേഖലയിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് ദുരന്ത മേഖല സന്ദർശിച്ച കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. അർജുനടക്കം 3 പേരെ കണ്ടെത്താനുണ്ടെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. ദുരന്ത മേഖലയിലെ രക്ഷാപ്രവർത്തനം സൈന്യം ഏറ്റെടുത്തു. വെലഗാവിയിൽ നിന്നുള്ള 40 അംഗ സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. മണ്ണ് മാറ്റിയുള്ള തെരച്ചിൽ തന്നെയാണ് നടക്കുന്നതെന്ന് രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രയേൽ പറഞ്ഞു. ഫോൺ റിംഗ് ചെയ്തതിനാൽ ലോറി പുഴയിലേക്ക് പോകാനുള്ള സാധ്യതയില്ലെന്നും രഞ്ജിത്ത് ഇസ്രയേൽ പറഞ്ഞു. ഫ്രണ്ട് പോർഷനിൽ നിങ്ങൾ നീങ്ങി കാണുന്നത്. അടുത്തായിട്ട് അവിടെ നമ്മൾ അകത്തുനിന്ന് ഹിറ്റാച്ച് കയറ്റിയിട്ട് ജസ്റ്റ് മാറ്റിയാണ് നോക്കുന്നത്. ജസ്റ്റ് മാറ്റി കോരി നോക്കുകയാണ്. അതൊക്കെ വലിയ വാഹനമാണ്. ഇതിൻ്റെ അകത്ത് കിടക്കുന്ന റോക്ക് എന്ന് പറഞ്ഞാൽ ക്യാബിനെ വരെ ഫുള്ള് തകർക്കാൻ പറ്റും. അതിനേക്കാളും ഈ 2 ഡബിൾ ക്യാബിനെ പോലും തകർക്കാൻ പറ്റുന്ന തരത്തിൽ റോക്സ് അപ്പോൾ സെഡിമെന്റ് ഇവിടെ കിടക്കുന്നത്. ഇത്രയും വലിയ നമ്മൾ സെഡിമെന്റ് മാറ്റിയപ്പോഴാണ് അത്ര ഹ്യൂജ് സ്ട്രക്ചർ റോക്സ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ കൊണ്ടുവന്നിട്ടില്ല. എനിക്ക് ആ റഡാർ ഞാനിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൈന്യത്തിൻ്റെ സാധനമുണ്ട്. എനിക്കത് എത്രയും പെട്ടെന്ന് നമുക്കൊന്ന് കിട്ടി തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഈ സെർച്ച് എൻ്റെ ഈ ലാൻഡിൽ തന്നെ കിടക്കുന്നതാണ്. ഈ ലാൻഡിൽ തന്നെ ഉണ്ടെന്നാണ് തീർച്ചയായും വിശ്വസിക്കുന്നത്. ലേക്കിലാണ് പോയിരുന്നെങ്കിൽ ആ ഒരു റിവറിലേക്ക് പോയിരുന്നെങ്കിൽ ഒരിക്കലും മൊബൈലത്ത് റിങ് ചെയ്യത്തില്ല. അരുൺ പൂപ്പറമ്പ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ഒരു സൂചനയും കിട്ടിയിട്ടില്ല. പക്ഷേ അപ്പോഴും രഞ്ജിത്ത് ഇസ്രയേലിനെ പോലെയൊക്കെയുള്ളവർ പറയുന്നത് അവിടെ റോഡിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ്. നിലവിൽ തെരച്ചിൽ ഏത് ഘട്ടത്തിലാണ്? റോഡിലില്ല എന്ന് ഉറപ്പിക്കാറായോ? അനുജ, നമുക്ക് റവന്യൂ മന്ത്രിയുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് നിലവിൽ അവർ ഇവിടെ സന്ദർശിച്ചു, ഈ ദൗത്യ സംഘവുമായി ആശയവിനിമയം നടത്തി. അവർ ഈ നിലവിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് വിശദീകരിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെ തുടർന്നാണ് മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത്. നിലവിൽ ഈ സിഗ്നൽ ലഭിച്ച ഇടത്ത് ഉള്ള തെരച്ചിലിൽ, മണ്ണ് നീക്കിയുള്ള തെരച്ചിലിൽ ഈ ലോറി കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. നിലവിൽ നമ്മൾ രാവിലെ കണ്ട സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ഉള്ള മണ്ണ് പൂർണ്ണമായും നിലവിൽ അടിത്തട്ടിലുള്ള മണ്ണ് പോലും ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് മണ്ണ് നീക്കം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അത് പിന്നെ കുന്നിനോട് ചേർന്ന ഭാഗമായി മാറും. അത് അങ്ങനെ ഇടിച്ച് മണ്ണെടുത്തു കഴിഞ്ഞാൽ വീണ്ടും മണ്ണിടിച്ചുള്ള സാധ്യതയുണ്ട് എന്ന് രക്ഷാദൗത്യത്തിലുള്ള ഉൾപ്പെട്ടവർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ സാധ്യതയിലേക്ക് പോകാൻ, അത്തരമൊരു തെരച്ചിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. നിലവിൽ സിഗ്നൽ ലഭിച്ചെടുത്ത് മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്തിട്ടും ഈ ലോറി കണ്ടെത്തിയിട്ടില്ല. നമുക്ക് പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഇന്ന് രാവിലെ തന്നെ ഈ മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയ ഒരു ആദ്യഘട്ടം പൂർത്തിയായപ്പോൾ തന്നെ ഇവരെ സംബന്ധിച്ച് അത്തരം ഒരു നിഗമനം, അല്ലെങ്കിൽ പുഴയിലേക്ക് ഈ വാഹനം പതിക്കാനുള്ള, അതായത് ഈ മൺകൂനയോടൊപ്പം തന്നെ പുഴയിലേക്ക് വാഹനം പതിക്കാനുള്ള സാധ്യത കൂടി അവർ മുന്നിൽ കണ്ടിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതേ തുടർന്നാണ് ഈ സ്കൂബ സംഘത്തെ ഉൾപ്പെടെ, നേവിയുടെ സ്കൂബ സംഘത്തെ ഉൾപ്പെടെ കാർവാറിൽ നിന്ന് എത്തിച്ച് അവർ സമാന്തരമായി ഈ പുഴയിലും അവർ തെരച്ചിൽ ആരംഭിച്ചത്. പുഴയുടെ ഇരുവശങ്ങളിലായി കേന്ദ്രീകരിച്ചുകൊണ്ട് 2 ഇടങ്ങളിലായി അവരുടെ തെരച്ചിൽ ഇപ്പോഴും, നേവിയുടെ തെരച്ചിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. മന്ത്രി ഉൾപ്പെടെ ഇനിയിപ്പോൾ അവർ ഫോക്കസ് ചെയ്യുക പുഴയിലെ തെരച്ചിലാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ഈ രക്ഷാ സംഘത്തിൽ ഉൾപ്പെട്ട ആൾക്കാർ ഇതിൽ ചില പ്രതീക്ഷകൾ അവർ അവസാന ഘട്ടത്തിലും പങ്കുവച്ചിരുന്നു. ഈ മണ്ണിനടിയിൽ തന്നെയാണ് ഈ ലോറി ഉള്ളത്, അതിന് മറ്റ് സാധ്യതകളില്ല എന്ന് രഞ്ജിത്ത് പറഞ്ഞിരുന്നു. അതിന് പ്രധാനമായും 2 കാര്യങ്ങളാണ്
അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഈ ലോറിയുടെ GPS ലൊക്കേഷൻ അത് കൃത്യമായി ഇവിടെ ലൊക്കേറ്റ് ചെയ്തിരുന്നു. അത് അങ്ങനെ അപ്പോൾ നിലവിൽ അരുൺ ഈ ഒരേ സമയം തന്നെ പുഴയിലും ഒപ്പം തന്നെ കരയിലും ഉള്ള പരിശോധന അതാണോ നിലവിൽ നടക്കുന്നത്? അനുജ, കരയിലുള്ള മണ്ണെടുത്തുകൊണ്ടുള്ള തെരച്ചിൽ അവസാന ഘട്ടത്തിലാണ്. ഒരുപക്ഷെ നമുക്ക് ഈ മണിക്കൂറിൽ തന്നെ ഒരുപക്ഷെ ആ തെരച്ചിൽ അവസാനിപ്പിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിലവിൽ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ തുടരുന്നുണ്ട്. അതോടൊപ്പം ഈ വെളിച്ചക്കുറവ് ഒരു പ്രശ്നമായി മാറിയേക്കാം. അതോടൊപ്പം ഈ നിലവിലുള്ള മണ്ണ് പൂർണ്ണമായും സിഗ്നൽ ലഭിച്ചിടത്ത് നീക്കി കഴിഞ്ഞു. അതിന് മുകളിലേക്ക് മണ്ണ് നീക്കി തുടങ്ങിയാൽ മുകളിൽ നിന്ന് മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്ന് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞതാണ്. അപ്പോൾ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള നിർദ്ദേശം ഈ സിഗ്നൽ ലഭിച്ചിടത്തെ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്യുക, ആ പരിശോധന പൂർത്തീകരിക്കുക എന്നതായിരിക്കണം ഔദ്യോഗികമായി തെരച്ചിൽ സംഘത്തിന് NDRF സംഘത്തിന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം എന്നുള്ളത്. മറ്റൊന്ന്, സൈന്യം ഇവിടെ എത്തിയിരുന്നു. സൈന്യത്തിന് ഇതുവരെ നിലവിൽ ഇവിടെ ഇറങ്ങി തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടി നിർദ്ദേശം അവർക്ക് നൽകിയിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നിലവിൽ ഈ മണ്ണെടുത്തുകൊണ്ടുള്ള തെരച്ചിലിൽ തന്നെ ഇതിലൊരു ക്ലാരിറ്റി വരുന്നുണ്ട്, ഇതിൽ വ്യക്തത വരുന്നുണ്ട് എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് സൈന്യം നിലവിൽ ഇവിടെ ഇറങ്ങി എന്തെങ്കിലും ഒരു തെരച്ചിൽ നടത്തേണ്ട പശ്ചാത്തലം ഇവിടെ ഇല്ല. അങ്ങനെ ഒരു നിർദ്ദേശം സൈന്യത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അവർ ഈ അപകടം നടന്ന സ്ഥലത്തിന്റെ മറുവശത്ത് ഈ പുഴയോട് ചേർന്ന ഒരു സ്ഥലത്ത് അവർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവർ ഇതുവരെ നേരിട്ട് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിയിട്ടില്ല എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പ്രാഥമികമായിട്ടുള്ള പരിശോധനയും വിവരശേഖരണവും മാത്രമാണ് അവർ നിലവിൽ നടത്തിയിട്ടുള്ളത്. മണ്ണ് എന്തായാലും പൂർണ്ണമായി നീക്കം ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആശങ്ക നൽകുന്ന വിവരം തന്നെയാണ്. നമ്മൾ രാവിലെ എല്ലാം പങ്കുവച്ചതുപോലെ ഏറെ പ്രതീക്ഷയിലായിരുന്നു. ഈ മണ്ണ് ഈ നിലവിൽ സിഗ്നൽ ലഭിച്ചിടത്തു നിന്നും മണ്ണ് നീക്കം ചെയ്യുമ്പോൾ അതിനടിയിൽ ഈ ലോറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ ഈ രക്ഷാപ്രവർത്തനത്തിൽ അവർ തന്നെ പറഞ്ഞത് കുറച്ചുകൂടി ഒരു മെറ്റൽ കണ്ടന്റ് അതിന്റെ സാധ്യതയുള്ള സിഗ്നലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ക്ലാരിറ്റി വരണമെങ്കിൽ ഈ റഡാർ വിദഗ്ധർ ഉൾപ്പെടെ പറഞ്ഞത് അതിലൊരു ക്ലാരിറ്റി വരണമെങ്കിൽ ഈ പരിശോധന, ഈ മണ്ണ് ഈ ചെളി പൂന പോലെ നിറഞ്ഞിരിക്കുകയാണ്, അത് നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു തെരച്ചിൽ ആവശ്യമാണ്. അതിനുശേഷം മാത്രമേ ഇതിലൊരു വ്യക്തത ഉണ്ടാവൂ എന്ന് അവർ പറഞ്ഞിരുന്നു. അതിലിപ്പോൾ ഒരു വ്യക്തത ഉണ്ടാവുകയാണ്. ഈ മണ്ണും ചളിയും പൂർണ്ണമായും തന്നെ നീക്കം ചെയ്തിരിക്കുന്നു. എന്നിട്ടും ആ ലോറി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇനി മറ്റ് എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്ന കാര്യത്തിൽ ഇനി കൂടുതൽ മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. നിലവിൽ സമയവും അതിക്രമിച്ചു വരുന്നു. ഈ തെരച്ചിൽ ഇവിടെ നിർത്താനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഈ മണ്ണ് നിലവിൽ ഈ സിഗ്നൽ ലഭിച്ചെടുത്തു നിന്ന് നീക്കം ചെയ്ത് പൂർണ്ണമായി നീക്കം ചെയ്തിട്ടുണ്ട്. മറുവശത്ത് അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനമായി ഈ ഇത്തരത്തിൽ തെരച്ചിൽ നടത്താനുള്ള ഒരു ശ്രമമാണ് നിലവിൽ പുഴയിലും തെരച്ചിൽ നടത്തുന്ന സമാന്തര രീതിയാണ് ഇപ്പോൾ ആവശ്യിച്ചിട്ടുള്ളത്. അതായത് അരുൺ നേരത്തെ പറയുന്നത് സൈന്യം ആ തരത്തിലേക്കൊരു വലിയ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടന്നിട്ടില്ല എന്നാണോ അരുൺ? അതായത് അവരിപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് എത്തിയതാണ്, അതിനുശേഷം 4 മണിക്കൂർ പിന്നിടുമ്പോഴും പ്രാഥമിക പരിശോധനകൾക്കപ്പുറത്തേക്ക് ഒരു തെരച്ചിൽ അതിനുള്ള നിർദ്ദേശം അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നേരത്തെ നമ്മളോട് രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞത് NDRFും സൈന്യവും ഒക്കെ സംയുക്തമായിട്ടുള്ള പരിശോധന അവിടെ നടത്തുന്നുണ്ട് എന്നാണല്ലോ. തീർച്ചയായും NDRFും അതോടൊപ്പം തന്നെ ഇവരെല്ലാം ചേർന്ന് സംയുക്തമായിട്ടാണ് ഇത് ഏകോപിപ്പിക്കുന്നതെങ്കിൽ പോലും നിലവിൽ ഇതിൽ കൃത്യമായ, അതായത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാർ ഉൾപ്പെടെ ഇവിടെ എത്തി ഈ കാര്യങ്ങൾ വിശകലനം ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ അവർ പരിശോധന ചെയ്യുന്നു. അതിനുശേഷം അവർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം എന്നുള്ളത് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം, ഈ സിഗ്നൽ ലഭിച്ചിടത്തെ മണ്ണ് പൂർണ്ണമായും തന്നെ നീക്കം ചെയ്ത് പരിശോധിക്കണം. അതിൽ എന്തെങ്കിലും കണ്ടെത്താൻ സാധിച്ചാൽ ആണ് അതിലൊരു ഒരു ക്ലാരിറ്റി ഉണ്ടാവുക. അതിനപ്പുറത്തേക്ക് ഉള്ള തെരച്ചിൽ നിലവിൽ ഇവർക്ക് അനുമതിയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മന്ത്രിയുടെ പ്രതികരണത്തിൽ മന്ത്രി പറയുന്നുണ്ട്, അതിനപ്പുറത്തേക്ക് അതിന് മുകളിലോട്ടുള്ള തെരച്ചിൽ അപകടകരമാണ്, മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്, കൂടുതൽ ഈ തീ ഒലിച്ച് താഴോട്ട് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള തെരച്ചിലേക്ക് അവർ കടക്കാൻ സാധ്യതയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിലവിൽ ഈ മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ മാത്രമാണ് ഇവിടെ നടക്കുന്നത്.
അത് അല്പസമയത്തിനകം അതിലൊരു വ്യക്തത വരും. നിലവിൽ ഈ സിഗ്നൽ ലഭിച്ചിടത്തു നിന്നും ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു സാന്നിധ്യവും നിലവിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇനി അതിനപ്പുറത്തേക്കുള്ള തെരച്ചിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ നമുക്ക് അല്പസമയത്തിനകം അത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ സമാന്തരമായി നിലവിൽ മന്ത്രി അരുൺ, ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിനായി അത്യാധുനിക ഉപകരണങ്ങൾ എത്തിക്കുമെന്ന വിവരം കൂടി ഉണ്ടല്ലോ, അതെന്താണ്? അനുജ, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ സൈന്യത്തിന് ഈ കൂടുതൽ വിസിബിലിറ്റി ലഭിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ആഴത്തിൽ ഇതിന്റെ പരിശോധന നടത്താൻ കൂടുതൽ ആഴത്തിൽ പരിശോധന നടത്താൻ പറ്റുന്ന റഡാർ സംവിധാനങ്ങളും ഉൾപ്പെടെ ഈ സൈന്യത്തിന് പക്കലുണ്ട്. എന്നാൽ നിലവിൽ അത്തരം ഈ സംവിധാനങ്ങളൊന്നും അവർ നിലവിൽ ഇവിടെ എത്തിച്ചിട്ടില്ല. അത് ആവശ്യമെങ്കിൽ കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ മാത്രമേ അല്ലെങ്കിൽ വിവരം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. നിലവിൽ സൈന്യം ഈ റഡാർ സിസ്റ്റം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചിട്ടില്ല. നിലവിലുള്ള സ്ഥിതി എന്തായാലും ഈ കടുത്ത പ്രതിസന്ധിയാണ്. നമുക്ക് ആശങ്ക നൽകുന്ന സാഹചര്യം മാത്രമാണ് നിലവിലുള്ളത്. ഇനിയിപ്പോൾ സൈന്യം തെരച്ചിലേക്ക് ഇറങ്ങുമോ എന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തതയില്ല. അവർക്ക് അതുമായി ബന്ധപ്പെട്ട ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ലഭിക്കുന്ന നിർദ്ദേശം അനുസരിച്ചായിരിക്കും അവർ ഈ തെരച്ചിലോട്ട് ഇറങ്ങുക. നിലവിൽ ഈ സിഗ്നൽ ലഭിച്ചിടത്തു നിന്നും എന്തെങ്കിലും പ്രതീക്ഷ നൽകുന്ന വിവരം അവരെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് നിലവിൽ സൈന്യം ഈ തെരച്ചിൽ ഇറങ്ങിയിട്ടില്ല. നമുക്ക് അല്പസമയം കൂടി കാത്തിരിക്കാം. അതിലൊരു വ്യക്തത വരികയും ചെയ്യും. നിലവിൽ അവിടെ മഴയുണ്ടോ സ്ഥിരീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അരുൺ, അവിടെ മഴയുണ്ടോ? അനുജ, ഇത്ര നേരവും ശക്തമായ മഴയുണ്ടായിരുന്നു. മഴ ഇപ്പോൾ അല്പം മാറി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. മഴ ശക്തിപ്പെട്ടാൽ രക്ഷാപ്രവർത്തനം വീണ്ടും ദുഷ്കരമാകും എന്നതാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ പൊതുവെ ഇവിടെ കഴിഞ്ഞ 2 ദിവസമായി രാത്രി സമയങ്ങളിൽ നല്ല മഴയുണ്ടാകാറുണ്ട്, ശക്തിയായ മഴയുണ്ടാകാറുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിലും ഇടവിട്ട ശക്തിയായ മഴ പെയ്തിട്ടുണ്ട്. നിലവിൽ മഴ മാറി നിൽക്കുന്നുണ്ട്. ആ സമയം കൂടുതൽ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അല്ലെങ്കിൽ തെരച്ചിലിന് വേണ്ടി അവർ പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. പക്ഷേ ഈ മണ്ണിടിച്ചിലുള്ള സാധ്യത നേരത്തെ മന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കിയതുപോലെ തന്നെ മണ്ണിടിച്ചിലുള്ള സാധ്യത അത് അറിയുന്നുണ്ട്. അത് നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ നിലവിൽ ഉള്ള ഈ സ്ഥിതി മണ്ണെടുത്തതിന് അപ്പുറത്തേക്ക് മുകളിലോട്ട് ഇത് മണ്ണെടുത്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് ഒരു പ്രതിസന്ധിയിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ സിഗ്നൽ ലഭിച്ച ആ സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്തതിനു ശേഷം നിലവിലുള്ള തെരച്ചിൽ രീതി അവസാനിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. അതിനുശേഷം കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ശേഷമായിരിക്കും അടുത്ത തീരുമാനം ഇവർ കൈക്കൊള്ളുക. ചിലപ്പോൾ ഈ പുഴയിൽ വലിയ തോതിൽ മൺകൂനയുണ്ട് എന്ന് പറയുന്നു. അവിടെ പുഴയിലെ തെരച്ചിൽ നിലവിൽ എങ്ങനെയാണ്? അതിപ്പോൾ ഇന്ന് ഇരുട്ടുന്നതിന് മുൻപ് അതും നിർത്തിവെക്കാനുള്ള സാധ്യതയാണല്ലോ കാണുന്നത്. അപ്പോൾ ഈ ഊർജിതമായ തരത്തിൽ തെരച്ചിൽ പുഴയിൽ നടക്കുന്നുണ്ടോ അരുൺ? അനുജ, ഈ സ്കൂബ ടീമിന്റെ സംഘം നേരത്തെ തന്നെ നേവിയുടെ സംഘം നേരത്തെ തന്നെ ഇവിടെ എത്തുകയും അവർ തെരച്ചിൽ കേന്ദ്രീകരിച്ചിരുന്നത് അത് മന്ത്രി പറയുന്നതിന് മുമ്പ് തന്നെ അവർ ആദ്യ തലത്തിൽ തന്നെ അവർക്ക് ആ രീതിയിൽ ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ ഈ മണ്ണിൽ അടിയിലുള്ള തെരച്ചിൽ നടത്തുന്നതിനൊപ്പം തന്നെ സമാന്തരമായി ഈ പുഴയിൽ തെരച്ചിൽ നടത്തണമെന്നൊരു പ്ലാനിംഗ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് കേന്ദ്രീകരിച്ചു തന്നെയാണ് ഈ സ്കൂബ ടീമിനെ ഇന്ന് ഇവിടെ നിയോഗിക്കുകയും അവരുടെ തെരച്ചിൽ ഇന്ന് രാവിലെ മുതൽ ഈ പുഴയിലെ തെരച്ചിൽ നടക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ സ്ഥലം നമുക്കറിയാം. അതായത് ഈ വലിയ കുന്നിടിഞ്ഞു വീണ് ഈ ദേശീയപാതയിലേക്കും ദേശീയപാത കടന്ന് ഈ വലിയ മൺകൂന ഈ പുഴയിലേക്കും പതിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ നേവി ഇതിലൊരു പരിശോധന നടത്തിയിരുന്നു, തെരച്ചിൽ നടത്തിയിരുന്നു. അപ്പോൾ ഈ ലോറി മണ്ണിനടിയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നേവി ഉൾപ്പെടെ അന്ന് ആ നിഗമനത്തിലേക്കാണ് എത്തിയത്. പുഴയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതായിരുന്നു നേവി പറഞ്ഞിരുന്നത്. പിന്നീട് രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ഘട്ടം പൂർത്തിയായ സമയത്ത് ഈ സിഗ്നലുടെയുള്ള ഈ റഡാർ തുടർന്ന് ലഭിച്ച സിഗ്നലുകളിൽ നിന്നും കണ്ടെത്തിയ സ്ഥലങ്ങളിൽ ആ പോയിന്റുകളിൽ നടത്തിയ തെരച്ചിലിൽ യാതൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഈ പുഴയിലേക്ക് ഈ മൺകൂനക്കൊപ്പം ഈ വാഹനം പതിക്കാനുള്ള സാധ്യത ആ തരത്തിലേക്ക് സിഗ്നൽ ലഭിച്ച ഇടത്തു നിന്നൊന്നും ഒരു സൂചനയും കിട്ടുന്നില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം
പുഴയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തള്ളിക്കളയാതെ അവിടെയുള്ള തെരച്ചിൽ ഒരുപക്ഷേ ഈ തെരച്ചിൽ അല്പസമയത്തിനകം നിർത്തിവെക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് അരുൺ പൂപ്പറമ്പ അവിടെ നിന്ന് നൽകിയ വിവരം. പിന്നീട് എങ്ങനെയാകണം തുടർ പ്രക്രിയ എന്നൊക്കെയുള്ളത് ചർച്ചകളിലൂടെയാകും തീരുമാനിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി അരുൺ അറിയിച്ച വിവരം സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായൊരു പരിശോധന തെരച്ചിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ്. പ്രാഥമിക പരിശോധനകൾക്കപ്പുറത്തേക്ക് ഈ സിഗ്നൽ കണ്ട ഇടത്തുള്ള മണ്ണ് മാന്തിയുള്ള പരിശോധന അതിലും കൃത്യമായൊന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇനി എന്ത് വേണമെന്നൊക്കെയുള്ളത് ചർച്ചയിലൂടെ മാത്രമാകും തീരുമാനിക്കുക. സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഊർജിതമായൊരു രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എന്ന വിവരമാണ് അരുൺ പൂപ്പറമ്പ നൽകിയത്.